വിജിൻ തിരുവനന്തപുരത്ത് നിന്ന് നമ്മളോടൊപ്പമുണ്ട്. ഈ സപ്ലൈകോയുടെ നിറഞ്ഞു തുളുമ്പുന്ന സപ്ലൈകോ കാഴ്ചകളുമായി വിജിൻ നമ്മളോടൊപ്പം ചേരുകയാണ്. വിജിൻ, ഈ പറഞ്ഞതുപോലെ സപ്ലൈകോയ്ക്കെതിരെ വലിയ പ്രചരണം നടന്നിരുന്നു. സപ്ലൈകോയ്ക്കെതിരെ ഒരു വികാരം പൊതുസമൂഹത്തിൽ ഉണ്ടാക്കിയെടുക്കുക എന്ന വലിയ നീക്കമാണ് പോയ കാലങ്ങളിൽ നമ്മൾ കണ്ടത്. ശരിയാണ്, സപ്ലൈകോയിൽ പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു, ഇല്ലായിരുന്നു എന്ന് നമ്മൾ പറയുന്നില്ല. പക്ഷേ അതിനെ മറികടന്നുകൊണ്ട് ആ ഒരു പ്രൗഢിയിലേക്ക് സപ്ലൈകോ ഔട്ട്ലെറ്റുകൾ തിരികെ പോകുന്നൊരു കാഴ്ചയാണോ ഈ 50-ാം വാർഷികത്തിൽ കാണാൻ കഴിയുന്നത്? എനിക്ക് തോന്നുന്നു പഞ്ചസാര ഒഴികെയുള്ള സബ്സിഡി സാധനങ്ങളൊക്കെ എത്തി തുടങ്ങിയിട്ടുണ്ട്. മറ്റ് ബ്രാൻഡഡ് സാധനങ്ങളും വിലക്കുറവിൽ ലഭിക്കുന്നു. സപ്ലൈകോകൾ സജീവമാവുകയാണോ? തീർച്ചയായും 50-ാം വാർഷികത്തിൽ സപ്ലൈകോ സജീവമാകുന്നു എന്ന് തന്നെയാണ് നമ്മുടെ ആ റിപ്പോർട്ടിൽ നിന്ന് തന്നെ വ്യക്തമാകുന്നത്. ആളുകളും അത് സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യുന്നു. നമ്മൾ ഈ പ്രതിസന്ധി എന്ന് പറയുമ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള സബ്സിഡി തുക ഉൾപ്പെടെ ലഭിക്കാനുള്ളതുമായി ബന്ധപ്പെട്ട പ്രതിസന്ധി ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ തന്നെ നമുക്ക് മറ്റൊരു കാര്യം കൂടി എടുത്തു പറയേണ്ടതുണ്ട്. കഴിഞ്ഞ 6 വർഷക്കാലമായി ഒരു തരത്തിലുള്ള ഈ സബ്സിഡി ഉൽപ്പന്നങ്ങളായ 13 ഇനങ്ങൾക്ക് ₹1 പോലും വർദ്ധിപ്പിക്കാതെയായിരുന്നു ഈ സബ്സിഡി ഇനത്തിലുള്ള സാധനങ്ങൾ ജനങ്ങൾക്ക് നൽകിയത്. പൊതുവിപണിയിൽ വലിയ വിലക്കയറ്റം ഉണ്ടാകുന്നു. രാജ്യത്ത് തന്നെ ഉള്ള ഒരു സാഹചര്യത്തിൽ പോലും ആ സബ്സിഡി ഉൽപ്പന്നങ്ങളുടെ വില ക്രമീകരിച്ച് അതിൽ നിലനിർത്തിക്കൊണ്ട് ജനങ്ങൾക്ക് നൽകുന്ന ഒരു സാഹചര്യം ഒക്കെ ഉണ്ടായിരുന്നു. ഇതൊക്കെ സാമ്പത്തികമായി വലിയ പ്രതിസന്ധിയിലേക്ക് സപ്ലൈകോയെ എത്തിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. പൊതുവിപണിയിൽ മറ്റ് സാധനങ്ങൾക്ക്, അവശ്യ സാധനങ്ങൾക്ക് ഒക്കെ വില ക്രമാതീതമായി വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ പോലും സപ്ലൈകോ പൊതുജനങ്ങൾക്ക് വിപണി വില പിടിച്ചു നിർത്തുക എന്ന കൃത്യമായ ഉദ്ദേശത്തോടെ വില കുറച്ച് ഏകദേശം 50 രൂപയും 60 രൂപയും ഒക്കെ കുറച്ച് നൽകുന്ന കാഴ്ച കണ്ടു. 40 രൂപയ്ക്ക് ഈ അരി ഭാരത് റൈസ് എന്ന പേരിൽ നൽകിയപ്പോൾ സബ്സിഡി ആയി 11 രൂപയോളം കുറച്ച് 29 രൂപയ്ക്ക് സപ്ലൈകോ വഴി അരി നൽകുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണ്. അത്തരത്തിൽ പൊതുവിപണിയിലെ കൃത്യമായ ഇടപെടൽ ഉദ്ദേശത്തോടെയാണ് ഇത്തരത്തിൽ സപ്ലൈകോ ഏത് പ്രതിസന്ധി ഉണ്ടായിട്ടും ഇങ്ങനെ ജനങ്ങളിലേക്ക് സാധനങ്ങൾ എത്തിച്ചുകൊണ്ടിരുന്നത്. അതിനിടയിലാണ് ഈ വലിയ തരത്തിലുള്ള പ്രതിസന്ധിയിലേക്ക് സപ്ലൈകോ കഴിഞ്ഞ ഓണം സീസൺ മുതൽ പോയത്. അതിനുശേഷമുള്ള തിരിച്ചുവരവിലേക്കാണ് സപ്ലൈകോ കടക്കുന്നത്. ഈ പ്രതിസന്ധി ഉണ്ടാകുന്ന ഘട്ടത്തിൽ കൂടുതൽ പ്രതിസന്ധിയാക്കുന്നത് ഇത്തരത്തിലുള്ള ആരോപണങ്ങളും വാർത്തകളും തന്നെയാണ് എന്ന് മന്ത്രി GR അനിൽ ഉൾപ്പെടെ കൃത്യമായി വിശദീകരിക്കുന്നുണ്ടായിരുന്നു. കാരണം ഒരു നാടിൻ്റെ കേരളത്തിലെ ജനങ്ങളുടെ ആകെ ഒരു ആശ്രയമാണ് സപ്ലൈകോ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അതിനെതിരായി ഇങ്ങനെ നിരന്തരമായി തെറ്റായ വാർത്ത നൽകി അതിനെ തകർക്കരുത് എന്ന കാര്യം വീണ്ടും വീണ്ടും ആവശ്യപ്പെടുന്നുണ്ടായിരുന്നു. എന്തായാലും ഈ 50-ാം വാർഷികം ഉദ്ഘാടനം ചെയ്തത് മുഖ്യമന്ത്രിയാണ്. ആ ഉദ്ഘാടനം ചടങ്ങിൽ തന്നെ മുഖ്യമന്ത്രി വിവിധ ഓഫറുകൾ കൂടി പ്രഖ്യാപിച്ചുകൊണ്ടായിരുന്നു ഉദ്ഘാടനം നടന്നത്. അതിൻ്റെ ആഘോഷ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത്തരത്തിൽ ഇപ്പോൾ നിലവിൽ പഞ്ചസാരയും പരിപ്പിൻ്റെ ചെറിയ ക്ഷാമവും ഒഴിച്ച് സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ ഈ സബ്സിഡി ഇനത്തിലുള്ള 13 ഇന സാധനങ്ങളും ഒപ്പം തന്നെ മറ്റു സാധനങ്ങളും എത്തി എന്നുള്ളതാണ് നമുക്ക് ആ കാഴ്ചയിൽ കാണാൻ കഴിയും. ഇന്നലെ വൈകിട്ട് ഷൂട്ട് ചെയ്ത ദൃശ്യങ്ങളാണ്. അതിൽ നമുക്ക് കാണാൻ കഴിയുന്നത് പൂർണ്ണമായും എല്ലാ സാധനങ്ങളും എത്തിയിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ ഇപ്പോൾ ഈ പഞ്ചസാരയുടെ ചെറിയ ക്ഷാമം ഉണ്ടെന്ന് പറയുന്നു. വരും ദിവസങ്ങളിൽ ഈ പഞ്ചസാര കൂടി സപ്ലൈകോ ഔട്ട്ലെറ്റുകളിലേക്ക് വരുമോ? മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, രാജ്യമെങ്ങും വിലക്കയറ്റം രൂക്ഷമായി തുടരുന്ന സാഹചര്യമുണ്ട്. അതിനിടയിലും റിസർവ് ബാങ്കിന്റെ കണക്കുകൾ പ്രകാരം വിലക്കയറ്റം ഏറ്റവും കുറഞ്ഞു നിൽക്കുന്ന സംസ്ഥാനം ഇപ്പോഴും കേരളം തന്നെയാണ്. സപ്ലൈകോയിലൂടെ കൂടുതൽ ഇടപെടലുകൾ നടത്തി അത് ഇനിയും താത്തിക്കൊണ്ടുവരാൻ കഴിയുമെന്ന ആത്മവിശ്വാസമാണോ സർക്കാർ പ്രകടിപ്പിക്കുന്നത്? തീർച്ചയായും നമ്മൾ ഇപ്പോൾ പറയുന്ന സമയം മുതൽ നമ്മൾ ഏറ്റവും അവസാനം ഇന്ന് രാവിലെ വിളിച്ചപ്പോഴൊക്കെ മലബാർ മേഖലകളിലെ ഔട്ട്ലെറ്റുകളിൽ ഒക്കെ പഞ്ചസാരയും കൂടി എത്തി തുടങ്ങിയിട്ടുണ്ട്. അത് മറ്റ് ഔട്ട്ലെറ്റുകളിലേക്ക് കൂടി മധ്യ കേരളത്തിലും അതുപോലെ തന്നെ ദക്ഷിണ കേരളത്തിലേക്കും ഒക്കെ എത്തിച്ചു കഴിഞ്ഞാൽ പൂർണ്ണമായും സബ്സിഡി ഇനത്തിലുള്ള സാധനങ്ങൾ എത്തി തുടങ്ങും എന്നാണ്, പൂർണ്ണമായും വിൽപ്പന നടത്താൻ കഴിയും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം ചെറിയ സാധനങ്ങൾക്ക്, കൂടുതൽ ഡിമാൻഡുള്ള സാധനങ്ങൾക്കുള്ള ചെറിയ ക്ഷാമം നേരിടുന്നുണ്ടെങ്കിലും പല ഔട്ട്ലെറ്റുകളിലും അത് ലഭ്യമാവുക ചെയ്യുന്നുണ്ട്. എന്തായാലും ജനങ്ങൾ ഉൾപ്പെടെ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നതാണ്. നമ്മുടെ ആ ബൈറ്റിൽ ഒക്കെ പറയുന്നത് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും. കാരണം ജനങ്ങൾ പറയുന്നത് പൈസ കുറവായതുകൊണ്ടാണ് തങ്ങൾ ഈ സപ്ലൈകോയെ ആശ്രയിക്കുന്നതെന്നാണ്. തോന്നിയതുപോലെ പൊതുവിപണിയിൽ ഈ പണം വാങ്ങി സാധനങ്ങൾ നൽകുമ്പോൾ പക്ഷേ കൃത്യമായ വില കുറച്ച് സബ്സിഡി ഉൾപ്പെടെ നൽകിയാണ് സപ്ലൈകോ വിൽപ്പന കാലങ്ങളായി നടത്തിക്കൊണ്ടിരുന്നത്. പണ്ട് കാലത്ത് നമുക്കറിയാം സപ്ലൈകോ എന്താണെന്ന് പോലും നമുക്കൊന്നും കൃത്യമായി അറിയില്ലായിരുന്നു. പക്ഷേ കഴിഞ്ഞ 6-7 വർഷമായി സപ്ലൈകോ എന്ന സംവിധാനത്തിൻ്റെ ഒരു ആവശ്യകത ജനങ്ങൾ കൃത്യമായി മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും നമ്മൾ ഈ സംസാരിക്കുന്നതിനിടയിൽ നമ്മുടെ ഒരു ഒരു സുഹൃത്ത് എഴുതുന്നു, ഞാൻ വായിക്കാം. ഇന്നലെ ഞാൻ സപ്ലൈകോയിൽ പോയിരുന്നു. എല്ലാ സാധനങ്ങളും 2 മണി മുതൽ 3 മണി വരെ ഡബിൾ ഓഫർ ഉണ്ടായിരുന്നു. വാങ്ങി, നല്ലതാണ്, നല്ല വിലക്കുറവുമുണ്ട്. അമ്പിളി എന്ന പ്രേക്ഷക നമ്മളോട് പറയുന്നതാണ്. അതായത് ആളുകൾ സപ്ലൈകോയിലേക്ക് മെല്ലെ തിരികെ എത്തി തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഒരു പ്രധാനപ്പെട്ട വിഷയം, മഴ പെയ്യുന്നുണ്ടോ?
മനു, അതാണ് എന്താണ് ഞാൻ മഴയുടെ ആദ്യം ആശങ്ക? പറയാനിരുന്നത്. മനു ആദ്യത്തെ ലൈവിലൊക്കെ പറയുന്നത്, ജോസിലൊക്കെ പറഞ്ഞത് വളരെ തെളിഞ്ഞ കാലാവസ്ഥയാണ്, വളരെ നല്ല രീതിയിലുള്ള മഴയാണ് ലഭിക്കുന്നത്. പക്ഷേ തിരുവനന്തപുരത്ത് എന്തായാലും രാവിലെ മുതൽ മൂടിക്കിട്ടിയ കാലാവസ്ഥയും മഴയുമാണ്. പുതിയ അലേർട്ടുകളൊന്നും കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും മഴ ഒരു ശക്തമായ രീതിയിൽ തന്നെ ആരംഭിച്ചിട്ടുണ്ട്. അധികം നനയ്ക്കുന്നില്ല, ഞാൻ ഒറ്റ ചോദ്യങ്ങൾ ചോദിച്ചങ്ങ് വിട്ടേക്കാം. അതായത് ഈ സാധനങ്ങൾ വന്ന കാര്യം ഏതെങ്കിലും മാധ്യമങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? മനു, ഒന്ന് രണ്ട് മാധ്യമങ്ങൾ നിർബന്ധിക്കപ്പെട്ട് വാർത്ത നൽകിയിട്ടുണ്ട്. പക്ഷേ അതിനിടയിലും ചില പ്രതിസന്ധി എന്ന രീതിയിൽ പഞ്ചസാര ലഭ്യമല്ല എന്നൊക്കെ പറഞ്ഞ് വാർത്ത കൊടുത്ത പ്രമുഖ മാധ്യമങ്ങൾ തന്നെയുണ്ട്. ഏറ്റവും ഒടുവിൽ വലിയ കൊട്ടിഘോഷിച്ചെത്തിയ മാധ്യമങ്ങൾ ഉൾപ്പെടെ അത്തരത്തിലുള്ളൊരു വാർത്ത കഴിഞ്ഞ ദിവസങ്ങളിൽ നൽകുന്ന സാഹചര്യമുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് മന്ത്രി തന്നെ ഇതിൽ നിങ്ങൾ ഇത്തരത്തിൽ വാർത്ത നൽകരുത് എന്നാവശ്യപ്പെടുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഈ ആഴ്ചയോടുകൂടി പൂർണ്ണമായും പഞ്ചസാരയുടെ പ്രതിസന്ധി ഉൾപ്പെടെ പരിഹരിച്ച് മുമ്പോട്ട് പോകാൻ കഴിയുമെന്നാണ് സപ്ലൈകോയും സിവിൽ സപ്ലൈസ് വകുപ്പും കരുതുന്നത്. മന്ത്രി GRNനും അത്തരത്തിലുള്ളൊരു കാര്യം തന്നെയാണ് വിശദീകരിക്കുകയും ചെയ്യുന്നത്. എന്തായാലും സപ്ലൈകോ ഈ 50-ാം വാർഷികത്തിൽ 50-50 എന്ന ഓഫറിൽ 50 സാധനങ്ങൾക്ക് 50% വിലക്കുറവിൽ വിൽക്കുന്ന, അതാണ് 2 മണി മുതൽ 3 മണി വരെയുള്ള ഓഫർ. 50 സാധനങ്ങൾ 50% വിലക്കുറവിൽ 50 ദിവസത്തേക്കാണ് ഈ 50-ാം വാർഷികത്തിൻ്റെ ഭാഗമായി സപ്ലൈകോ ഓഫറായി പ്രഖ്യാപിച്ചിട്ടുള്ളത്. അത് ഈ 2 മണി മുതൽ 3 മണി വരെയാണ്. മറ്റ് സാധനങ്ങൾക്കുള്ള വിലക്കുറവും അതിനോടൊപ്പം തന്നെയുണ്ട്. 10 മുതൽ 20% വരെ ഒക്കെ നിലവിലെ ഓഫറിന് പുറമെയുള്ള ഓഫറായി നൽകുകയും ചെയ്യുന്നുണ്ട്. മനു, ശരി, ഓക്കെ, താങ്ക് യു വിജിൻ. അപ്പോൾ സപ്ലൈകോയെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. ഇതിനിടയിൽ അബൂബക്കർ മഞ്ചേരി എഴുതുന്നൊരു കാര്യമുണ്ട്. മാവേലിയിൽ പോയിരുന്നു, അരി മാത്രമാണ് ഉള്ളത്, പഞ്ചസാര അടക്കം സബ്സിഡി ഉള്ള ഒന്നും ഇന്നലെ കിട്ടിയില്ല എന്നാണ് അബൂബക്കർ പറയുന്നത്. അബൂബക്കർ, അതാണ് ഈ പറഞ്ഞത്, ഈ ആഴ്ചയോടുകൂടി സപ്ലൈകോയിലും മാവേലി സ്റ്റോറുകളിലുമെല്ലാം അത് സമഗ്രമായ രീതിയിൽ അത് കൊണ്ടുവരുമെന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഇപ്പോൾ പലയിടങ്ങളിലും സാധനങ്ങൾ ലഭ്യമായി തുടങ്ങിയിട്ടുണ്ട്. തിരുവനന്തപുരത്തു നിന്നുള്ള വിവരങ്ങളാണ് വിജിൻ ഇപ്പോൾ പങ്കുവച്ചുകൊണ്ടിരുന്നത്. ഏതായാലും നമ്മൾ ഇത്രയും ക്ഷമിച്ചില്ലേ, അപ്പോൾ ഈ ഒരാഴ്ച കൂടി ഒന്ന് നോക്കാം എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന്. ഔട്ട്ലെറ്റുകളിൽ പരമാവധി എണ്ണങ്ങളിൽ ഇപ്പോൾ തന്നെ സാധനങ്ങൾ വന്നിട്ടുണ്ട്. പഞ്ചസാര എത്തിയിട്ടില്ലാത്തൊരു പ്രശ്നമുണ്ട്. പക്ഷേ വരും ദിവസങ്ങളിൽ അതും കൊണ്ടുവരുന്നുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്.